ഏറ്റവും മുഖ്യമായ വിഷയങ്ങളായി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20 വിഷയങ്ങൾ ഏറ്റവും മൗലികമായി ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഹദീസ് നിഷേധമാണ്. വിശദമായി ഓരോ തവണയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. രണ്ടാമത് മൻഹജാണ്. പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ ഒരു മൻഹജ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ് രണ്ടാമതായി ചർച്ചയ്ക്ക് വന്നത്. മൂന്നാമത് പ്രാർത്ഥന നിർവചനം പറയുമ്പോൾ മനുഷ്യ കഴിവിനധീരം, സൃഷ്ടി കഴിവിനധീരം എന്നൊക്കെ പ്രയോഗിക്കാമോ, അതല്ല അതൊക്കെ പിൽക്കാലത്ത് വിശുദ്ധത്തിന്റെ വക കടത്തിക്കൂട്ടിയതാണോ അല്ലേ, അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത് സിഹറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിഹറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഹദീസുകൾ, പ്രവാചകർക്കെതിരെ സിഹർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകൾ, മറ്റു സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതാണ് ചർച്ചയ്ക്ക് വന്ന നാലാമത്തെ കാര്യം. അഞ്ചാമത് കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതുമായ ഐനു ഹഖ്ഖുൻ എന്ന് പഠിപ്പിക്കപ്പെട്ട കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യം. ആറാമതായി ജിന്നുകളുടെ കട്ടുകേൾവിയാണ്. ആകാശലോകത്തിലുള്ള കട്ടുകേൾവിയും മലക്കൾ തമ്മിൽ സംസാരം കട്ടുകേൾക്കലും അടക്കമുള്ള കട്ടുകേൾവി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഏഴാമത് സംസം വെള്ളം, 8 ഹജറുൽ അസ്വദ്, 9 അജ്വാകാരക്ക, 10 ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നത്, 11 ബദറിൽ മലക്കൾ യുദ്ധം ചെയ്തോ ഇല്ലേ എന്നുള്ളത്, 12 സിറാത്ത് പാലം, 13 ഖബർ ശിക്ഷ ശാരീരികമാണോ അല്ലേ എന്നത്, 14 മസീഹു ദജ്ജാൽ ഖിയാമത്തിന് മുന്നോടി വരാനുള്ളതാണോ അല്ലേ എന്നത്, 15 ജിന്നുബാധ ഉണ്ടോ ഇല്ലേ എന്ന്, 16 റുഖിയ ശർഇയ്യ അംഗീകരിക്കുമോ ഇല്ലേ എന്നത്, 17 റഹ്മാനായ റബ്ബിന്റെ നുസൂൽ, 18 തേനിലെ ശിഫ, 19 അമാനി മൗലിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പ്രസിദ്ധീകരണം, 20 മാസപ്പിറവി. ഇങ്ങനെ 20 അടിസ്ഥാന വിഷയങ്ങൾ. ബാക്കിയുള്ളവ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വിഷയങ്ങളുമാണ്. ഇത്രയും വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു. ഇതിലൊക്കെ ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അഹ്ലുസുന്ന എന്തു പറയുന്നു, 14 കാലത്തെ മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചു പോന്ന നയനിലപാട് എന്താണ്, കഴിഞ്ഞ 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന നയമെന്താണ് എന്നതാണ് കഴിഞ്ഞ ഓരോ പ്രോഗ്രാമിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചവരൊക്കെ ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ വക ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ യുക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ കേവലമായ ഏതെങ്കിലും അനുമാനം കൊണ്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പറഞ്ഞതിനെല്ലാം ആയത്തോതിയിട്ടുണ്ട്, ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, മുൻഗാമികളായ അഹ്ലുസുന്ന നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ 100 കൊല്ലം എന്തു പറഞ്ഞുവെന്ന കാര്യം ആവർത്തിച്ച് എണ്ണി വായിച്ചിട്ടുണ്ട്.